ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ എണീച്ചു, ഇസ്കാറൊക്കെ കഴിഞ്ഞു, നേരെ കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടുവിടാൻ. ഇന്ന് കുട്ടികളെ മദ്രസയിൽ എക്സാമാണ്. അപ്പം നല്ലൊരു വൈബാണല്ലേ, നല്ല ചെറുതായിട്ട് അങ്ങനെ മദ്രസ എത്താനായി. അങ്ങനെ മദ്രസയിൽ കുട്ടികളെ കൊണ്ടുവിട്ടു. അപ്പം നടന്നിട്ടാണ് ഇന്ന്, ബൈക്കില്ല. ഹസ്ബൻഡ് പണിക്ക് പോയിന്. അപ്പോൾ എനിക്ക് ബൈക്കില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നല്ല ബീച്ചിൻ്റെ ഒരു കടൽ വൈബും നല്ലൊരു ക്ലൈമറ്റൊക്കെ നല്ല കൂളിംഗ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നല്ല രാവിലെ ഒരു വാക്കിങ്ങൊക്കെ പോയാൽ നല്ലൊരു ക്ലൈമറ്റാണ്. അങ്ങനെ വന്നു വീട്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ നേരെ നമ്മൾ അടുക്കളയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് എന്ത് ഉണ്ടാക്കുമെന്ന് ആലോചിച്ച സമയത്ത് ചപ്പാത്തി എന്നും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ തുറന്ന് അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ ഉമ്മ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളാണല്ലോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളൊരു അത്യാവശ്യമായിട്ടൊരു കാര്യങ്ങൾ ചെയ്ത് തരുന്നത് വളരെ ഒരു നല്ലൊരു ഇതല്ലേ. അതിന് ഞാൻ കുട്ടികളെ കൊണ്ട് വിട്ടിട്ട് വരുന്ന സമയത്ത് ഉമ്മ ചപ്പാത്തിക്ക് പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെക്കുക, വേകാൻ വെക്കുക അല്ലേ. അങ്ങനെ വേകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുട്ടയൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ട തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വരുന്ന സമയത്താണ് കൊണ്ടുവന്നത്. ബോൾസാക്കി വെച്ചിട്ട് വേണം ഉള്ളിയെല്ലാം കട്ട് ചെയ്യാൻ. അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഒരു കാര്യം ചോദിക്കുക, സത്യം പറയണേ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇല്ല, ഈ ചപ്പാത്തി ഒരേ ഷേപ്പിൽ പരത്താൻ അറിയുന്ന അവർ പറയണ, അറിയാത്ത എത്ര പേര് ഉണ്ടെന്ന്. ഞാൻ ഇപ്പോൾ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ആദ്യം എനിക്ക് തീരെ അറിയില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ചപ്പാത്തിയൊന്നും ഇല്ല, ഇതുവരെ ഉണ്ട്, ഇപ്പോൾ ഉണ്ടാകുന്ന അറിയില്ല. പക്ഷെ ഞാൻ ആ ഉള്ള സമയത്ത് ചപ്പാത്തി ഉണ്ടായിട്ടില്ല, ഇഡ്ഡലി അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ TV ചാനലുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ചാനലൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ആ ചാനലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് നമുക്ക് കൗതുകമായിട്ടാണ് ഉണ്ടാകുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാത്തൊരു ഫുഡ് എന്ന് പറഞ്ഞിട്ടാൽ അങ്ങനെയാണല്ലോ. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ നാട്ടിലുള്ളവർക്ക് അത് കൗതുകമായിട്ടുണ്ട്. ഇപ്പോൾ കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, ശ്രീലങ്കയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. ഞാൻ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. വീട്ടിലെന്തായാലും നമ്മൾ ഇഡ്ഡലി അങ്ങനെ തന്നെ, അറബി ഫുഡ് കുറേ ഉണ്ടാക്കും. പിന്നെ ശ്രീലങ്കത്തിലെ ട്രഡീഷണൽ ഫുഡൊക്കെ കുറേ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഉണ്ടാക്കുക. അങ്ങനെ മുട്ട റോസ്റ്റുള്ള മുട്ടയൊക്കെ വെന്ത് അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ട്, ഉള്ളിക്ക് തമിഴിൽ ആർക്ക് പേരറിയാമെന്നറിയില്ല, ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഉള്ളിക്ക് വെങ്കായം എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ അത് പൊരിക്കാൻ വെക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് തന്നെ പൊരിച്ചിട്ടുള്ള ഒരു ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊട്ടൂലല്ലോ. അപ്പം ഞാൻ വേറെ മസാലപ്പൊടി ഒന്നും ആഡ് ആയിട്ടില്ല, ജസ്റ്റ് വേകുന്ന സമയത്ത് ഉപ്പിട്ടിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി പരുത്തലാണ്. അപ്പം ചപ്പാത്തി പരത്തണമല്ലോ, നല്ല ഷേപ്പുള്ള. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പരത്തുന്നത് ഓക്കെ. ആദ്യമൊക്കെ അല്ലേ, ഫസ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ചപ്പാത്തി പരത്തിയിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മാപ്പിള ചോദിച്ചു ഇതെന്താ സംഭവമെന്ന്. എന്താണെന്ന് വെച്ചാൽ പല ഷേപ്പാണ്. എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ റെഡിയായി. അങ്ങനെ മുട്ട അതിലിട്ടണ ഇങ്ങനെയാണ് പൊരിച്ചിട്ടെടുത്തത്. അപ്പോൾ ഞാൻ എപ്പോഴുമേ എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീർക്കണം. എന്താ വെച്ചാൽ അതുകൊണ്ട് ഞാൻ എന്താക്കും, 3 സ്റ്റൗവും കത്തിക്കും. അങ്ങനെ അപ്പുറത്തെ അടുപ്പത്തുനിന്ന് ചപ്പാത്തി ആകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചുടുന്നുണ്ട്. നല്ലോണം എന്താ പറയുക, പൂരി പൊന്തി വരുന്ന പോലെ പൊന്തണം. അതാണ് നമ്മുടെ ഉമ്മാക്ക് ഇഷ്ടം, എനിക്കും ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ്. ഇത് കണ്ടില്ലെങ്കിൽ നല്ലോണം പൊന്തി വരും. അങ്ങനെ അപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുലൈമാനി കട്ടൻ ചായ. അപ്പോൾ അതങ്ങ് ആയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഉമ്മാക്ക് ഭക്ഷണം ഇല്ലെങ്കിലും മതി, പ്രശ്നമൊന്നുമില്ല. രാവിലെ എണീച്ചാൽ കട്ടൻ ചായ നിർബന്ധമാണ്. അത് മറ്റേ ചായ വേണ്ട, പാൽ ചായ വേണ്ട, കട്ടൻ ചായയാണ് വേണ്ടത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടു, കുട്ടികളൊക്കെ ഭക്ഷണം കൊടുത്തു, അവരൊക്കെ സ്കൂളിൽ വിട്ട്, മൂത്ത 2 അയച്ചു. അപ്പോൾ ഐസലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടില്ല, നമ്മൾ ഓട്ടോ കയറ്റി വിടുന്നതിന് മുമ്പാണ് ഇത് റോഡ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വൈകുന്നേരം നമുക്ക് അങ്ങ് വന്നോളൂ. അങ്ങനെ അത് മോനെ കൊണ്ട് വിട്ടു. നേരെ വന്ന് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ റമലാൻ്റെ ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ആൾക്കാരൊന്ന് കമൻറ്റ് ഇട്ടിട്ടായിരുന്നു, റമലാനിലുള്ള മൊത്തം ഡ്രസ്സ് ഒരു ദിവസം വാഷ് ചെയ്യലാണോ പണിയെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമ്മളിപ്പോൾ അതിന് ശേഷമുള്ളത്, ഇപ്പോൾ 3-4 ദിവസത്തിന് ശേഷമുള്ളതാണ് ഇത് ബെഡ്ഷീറ്റൊക്കെ. പിന്നെയും അത് നമ്മൾ വാഷ് ചെയ്യുമല്ലോ, നമുക്ക് കുട്ടികളുള്ള വീട് തന്നെയല്ലോ. 2 ദിവസം കൂടുന്നവരല്ല, ഒരു ദിവസം ഡെയിലി നമ്മളങ്ങനെ
ക്ലീൻ ആക്കണം. അങ്ങനെ അതൊക്കെ ഇട്ട് വന്ന് വീട് അടിച്ച് വാരണോ. അപ്പോൾ അടിച്ച് വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ. മോനിക്ക് ഈയിടെയായിട്ട് കുറച്ച് അലർജിയൊക്കെ വന്നിട്ട് പെട്ടെന്നാണ്. അപ്പോൾ ഈ സ്കൂളിൽ ആനുവൽ ഡേ എനിക്ക് തോന്നുന്നു ആ മേക്കപ്പ് ഇട്ടിട്ടാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു കെമിക്കലൊക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താ പറയണ്ടേ ലോക്കലായിട്ടുള്ള മേക്കപ്പാണല്ലോ അവർ ഇടുന്നത്. അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മോൻ്റെ ഒന്ന് ഡോക്ടറെ അടുത്ത് കാണിക്കണോ. അങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞ് തുടക്കണോ. തുടച്ച് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ മോനെ ഇന്ന് ഹൈസ്കൂളിൽ അയച്ചിട്ടില്ല. മോനെ അപ്പുറത്ത് കിടക്കുക അകത്ത്. അപ്പോൾ ഫോണും കണ്ട് അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ വേഗം പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് നേരെ തുടക്കലൊക്കെ കഴിഞ്ഞ് ചോറ് വെക്കണം. അപ്പോൾ ഉച്ചക്കെല്ലാം അരി അടുപ്പത്തിടുന്നുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടാണ് തുടക്കാൻ പോയത്. അപ്പോൾ ഒരു സമയത്ത് തന്നെ 2-3 പണിയൊക്കെ അങ്ങ് തീരുമല്ലോ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടു. അത് വേകുന്ന സമയത്ത് നമ്മളെ ഒന്ന് ചാർജ് ചെയ്യട്ടാ ഗൈസ്. ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിക്കാം. നമുക്ക് കുറച്ച് ചാർജൊക്കെ വേണമല്ലോ. അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിനാ? അപ്പം ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും. അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റ് അടിപൊളിയാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയത് എപ്പോഴും ടേസ്റ്റ് ആണല്ലോ. സ്വതവേ ഞാൻ പറയുന്നില്ല, എനിക്ക് ഇഷ്ടമുണ്ട്. ടേസ്റ്റ് ഉണ്ടായാലും മാത്രം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ബസ്സിലാണ്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് ബസ്സിൽ യാത്ര ചെയ്തു. പക്ഷെ പറ്റിയില്ല ഗൈസ്. ഭയങ്കര ഒരു വോമിറ്റിങ്ങിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബസ്സിൽ പോകുന്നത് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ പഴയ സ്റ്റാൻഡ് ഇറങ്ങി നേരെ നടന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ അത് കാണിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. ചീരയും വണ്ടക്ക ഒക്കെ വാങ്ങി. ഇത് നമ്മൾ റെഗുലറായിട്ട് ഞാൻ തുന്നൽ ക്ലാസ്സിന് പോകുന്ന സമയത്ത് പോകുന്ന ബസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബസ്. അപ്പോൾ അങ്ങനെ അതിൽ കയറിയിരുന്നു. നല്ല വിൻഡോ നോക്കിയിരുന്നു. അങ്ങനെ വീട്ടിലൊന്ന് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേഗം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ വെള്ളം കഴിഞ്ഞ് ഒരു മോരും കുടിച്ച് നേരെ ഇറങ്ങിയത് ജിമ്മിലേക്കാണ്. ഇന്ന് ദിവസത്ത് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അങ്ങനെ എന്താക്കി ജിമ്മിലേക്ക് കയറി. ഇനി എന്താ അടുത്ത അധ്വാനാണല്ലോ. അപ്പോൾ പക്ഷേ എവിടെ പോയാലും നമുക്ക് ജിമ്മിൽ വരുന്നത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ് സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചെസ്റ്റിനുള്ളൊക്കെ കളിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.